ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ അലീന കൃഷ്ണമോളോട് പറയുന്നുണ്ട്, നീ പോയി എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കും, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വേണ്ട, നീ പോയി എല്ലാവരെയും വിളിക്കുന്നു പറയുന്നുണ്ട്. എന്തായാലും വൈജ വരാൻ കൂട്ടാക്കലില്ല. അവൾ കുറേ അലീനയെ കുറ്റം പറഞ്ഞിട്ട് അലീനോട് ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കൃഷ്ണമോള് പോയിട്ട് രോഹിത്തിനും ബബിതേനും വിളിക്കുന്നുണ്ട്. അവരും പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ചേച്ചിയുടെ ഭക്ഷണമൊന്നും വേണ്ട, ഞങ്ങൾക്കൊരു ഭക്ഷണം വേണ്ട എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷ്ണച്ചമോള് പറയുന്നുണ്ട്, ആ ചേച്ചി സ്നേഹം കൊണ്ട് വിളമ്പിയ ഭക്ഷണമാണ്, അത് പോയി കഴിച്ചു നോക്കി, എന്ത് രുചിയാണ്, അത് നമ്മുടെ ചേച്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നീ പോയി നിൻ്റെ പണി നോക്കി പറഞ്ഞിട്ട് കൃഷ്ണമോളെ ആട്ടി വിടുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ശിവേട്ടൻ വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്നും മറ്റേ രാജീവനും വരുന്നുണ്ട്. രണ്ടാളും കൂടി വന്നിട്ട് പറയും, വൈജയെ സമാധാനിപ്പിക്കുക, നീ ഒരു സമാധാനമായിട്ടിരിക്കും, ഞങ്ങൾ വന്നത് ഇത്രയും ദൂരത്തുനിന്ന് വന്നത്, അവളെ എന്തായാലും ഞങ്ങൾ പുറത്താക്കിയിട്ടേ പോവൂ, നീ വിഷമിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും രാജീവൻ പറയുന്നുണ്ട്, അവളെ ശരിക്കും കഴുത്ത് പിടിച്ചിട്ട് പുറത്തേക്ക് അവളെ കാല് നിലത്ത് ഇങ്ങനെ വലിച്ചിട്ട് റോട്ടിക്ക് എറിയാൻ വേണ്ട, എന്തായാലും ഞങ്ങളത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളവർ നേരെ രാജീവൻ മുത്തശ്ശിയോട് പോയിട്ട് ഇതൊക്കെ പറയുന്ന സമയത്ത് രാജീവനോട് മുത്തശ്ശി പറയുന്നത്, നിങ്ങൾ എന്ത് കാട്ടിയാലും വേണ്ടില്ല, പക്ഷേ ആ കുട്ടിക്ക് ഒരു ദേഹോപദ്രവം ഉണ്ടാവാൻ പാടില്ല, ആ കുട്ടിയുടെ ദേഹത്ത് നിങ്ങൾ തൊട്ട് കളിക്കരുത്, ആ കുട്ടിയെ നയത്തിൽ വേണം പറഞ്ഞയക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, നീ ഈ പേരും പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ എന്നോട് തെറ്റിയാൽ ജീവിതകാലം മുഴുവനും തെറ്റി നടന്നാലും എനിക്ക് വേണ്ടില്ല, എങ്ങനെയെങ്കിലും ആ കുരിശൊന്ന് പോയി കിട്ടിയാൽ മതി എൻ്റെ വീട്ടിൽ നിന്ന്, എന്നോട് മിണ്ടിയില്ലെങ്കിലും വേണ്ടില്ല, എനിക്ക് സമാധാനം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ അലീന രേവതി കുട്ടിയെ വിളിച്ച് പറയുന്നുണ്ട്, മോളെ എങ്ങനെയെങ്കിലും ബാലചന്ദ്രൻ സാറിൻ്റെ വൈജ മാഡത്തിൻ്റെ യുദ്ധം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു, എനിക്ക് തീരെ സമാധാനമില്ല, അവരൊന്ന് സമാധാനത്തോട് കഴിയണം മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അലീന രേവതി കുട്ടിയോട് പറയുന്നുണ്ട്, എനിക്ക് അച്ഛൻ വാങ്ങി തന്ന പുതിയ ഫോണാണ്, ഈ നമ്പറൊക്കെ സേവ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവൾ ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതി കുട്ടിയോട്. രേവതി കുട്ടിയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ വൈജ മാഡത്തിനും ബാലചന്ദ്രൻ സാറിനെയും ഒന്നിപ്പിക്കാമെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ രാജീവനും ശിവനും എല്ലാവരും കൂടി വരുന്നുണ്ട്, അലീനെ പുറത്താക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രന് ദേഷ്യം വന്നിട്ട് നന്നായിട്ട് രാജീവനൊന്ന് പൊട്ടിട്ടുണ്ട്. രാജീവനാണെങ്കിൽ പേടിച്ച് നിൽക്കുന്നുണ്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വൈജയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം ഇനി അവൾ ഈ പ്ലാനും അവളുടെ മുന്നിൽ പാളിയ, പിന്നെ ഇനി ഒരു വിദ്യ ഇവളുടെ മുന്നിൽ ഇല്ലല്ലോ, ഇനി ബാലചന്ദ്രൻ്റെ മുന്നിൽ കീഴടങ്ങാല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കേണ്ടത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.